ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേരുന്നു. ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും അയ്യോ പാട്ട് മനസ്സൊക്കെ പഠിച്ചു അല്ലേ. അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയാണ്. കാലത്ത് തന്നെ ഞങ്ങളുടെ ഫുഡ് വയ്ക്കലും എന്തൊക്കെ ഉണ്ടാക്കി ഓട്ടി ഇന്ന് നമ്മള് മാങ്ങക്കറി പറഞ്ഞില്ല. മാങ്ങക്കറി എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് വന്നത് ഞങ്ങളുടെ ഫെയർ ഹൗസിലേക്ക്. ആദ്യം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് 6 മണിക്ക് കുർബാനയ്ക്ക് പോകണം അല്ലേ ഓട്ടിയെ. അപ്പൊ ആദ്യം ഔട്ടിക്ക് ഞങ്ങള് ഷൂ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം. ഓട്ടിക്ക് ഷൂ വേണ്ടേ? അപ്പൊ ആദ്യം ഷൂ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം. എന്തുണ്ട് ചേട്ടാ, എന്തിന്റെ ശേഷം? കറുത്തു പോയതല്ല ശരിക്കും, അല്ല വെളിച്ചില്ലാത്തല്ല ശരിക്കും കറുത്തു പോയതൊന്ന്. അങ്ങനെ ആദ്യം തന്നെ പോയത് വെയർ ഹൗസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു, അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് മറ്റേ കോൺഫ്ലെക്സ് ഒക്കെ എടുത്തായിരുന്നു പിള്ളേർക്ക് കാലത്ത് കഴിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ മാവട്ടിയുടെ ഷൂ എടുത്തു. അങ്ങനെ ഷൂ എടുത്ത് ഞങ്ങൾ വെയർ ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം കണ്ടപ്പം അവിടെ പെട്ടുപോയി. അങ്ങനെ ഐസ്ക്രീം എടുത്ത് പിന്നെ അവർ തന്നെയാണ് എപ്പോഴും പേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പേയ്മെൻറ്റ് സെക്ഷനിൽ പോയിട്ട് ചെയ്യാനായിട്ട്. അപ്പം രണ്ടുപേരും കൂടി തല്ലുകൂടുന്നതാണ് ആർക്ക് പിന്നടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനെടുത്തത് ഒരു റാസ്ബെറി പ്ലസ് വാനിലേൻ്റെ ഒരു ഇതാണ്. പൊന്നൂസ് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കോൺ, മാവൂട്ടി ചോക്ലേറ്റ്. അപ്പം എൻ്റെ ഏട്ടന് എടുക്കുന്നില്ല, എൻ്റെ ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട്. എൻ്റെ ഏട്ടന് എപ്പോഴും അങ്ങനെ അധികം അങ്ങനെ മധുരം കഴിക്കാറില്ല, പക്ഷെ ഞങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ ഏട്ടൻ കഴിക്കും. പക്ഷേ ഇപ്രാവശ്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടനെ ഷെയർ ചെയ്തു. അപ്പം എൻ്റെ ഏട്ടനത് ഇഷ്ടപ്പെട്ടത് കാരണം കൊണ്ട് അതിൻ്റെ പകുതി മുക്കാലും കഴിച്ചത് എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഏട്ടത് ഭയങ്കര ഇഷ്ടമായി റാസ്ബെറി പ്ലസ് വാനിലയാണ്. അപ്പം ഞാനിങ്ങനെ പറയുന്നത് പിന്നെ വേഗം തിന്നണു, എൻ്റെ ഐസ്ക്രീം ഇപ്പോൾ തീരുന്നു പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിള്ളേരൊന്നും കഴിച്ചു നോക്കിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ എങ്ങനെയെങ്കിലും പോകുമ്പം അന്ന് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഇനി അടുത്തത് ഞങ്ങൾക്ക് പോകാനുള്ളത് കെമിസ്റ്റ് വെയർ ഹൗസിലേക്കായിരുന്നു കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അവിടെ പോയിട്ട് പൊന്നൂസിനും വാവൂട്ടിക്കും പിന്നെ ഞങ്ങൾക്കും ഷവർ ജെല്ലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിനി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാനാണെങ്കിൽ ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇവിടെ പടപടപടാന്ന് ഐസ്ക്രീം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വേഗം തിരിച്ച് വാങ്ങിച്ചു. അപ്പോൾ റാസ്ബെറി അതിൻ്റെ ഉള്ളിൽ കണ്ടോ ആ റാസ്ബെറിൻ്റെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മെബലിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കണത്. അപ്പോൾ അതൊരുവിധം പോയിട്ടുണ്ട്, അപ്പോൾ അത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. അങ്ങനെ ഞങ്ങൾ പോയി സെൻട്രൽ പ്ലേസിലേക്ക് എത്തിയിട്ടോ. സെൻട്രൽ പ്ലേസിലാണ് ഇപ്രാവശ്യം നമ്മൾ മറ്റേ കെമിസ്റ്റ് വെയർ ഹൗസിൽ, അവിടെ ഒരു കെമിസ്റ്റ് വെയർ ഹൗസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പാർക്കിങ്ങിലെത്തിയിട്ട് അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ വാവട്ടി മനസ്സും ഐസ്ക്രീം കഴിച്ച് കഴിയണുള്ളൂ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു പതുക്കെ ഇനി വേസ്റ്റ് അവിടെ സൈഡിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവും, അവിടെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു 9 മണിക്ക് അടയ്ക്കുള്ളൂ എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ 5 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെന്ന് നോക്കിയപ്പം അവിടെ ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ വേറൊരു വഴി പോകാൻ പറഞ്ഞു. അങ്ങനെ വേറൊരു വഴി പോയി. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി മോള് അടയ്ക്കണ സമയമായിരുന്നു 6 മണി. അപ്പം ഒരുവിധം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെമിസ്റ്റ് വെയർ ഹൗസ് ആണെങ്കിലും ആ പുറകെ നിന്നുള്ള ഡോറ് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറകെ കൂടെ പോയി. അപ്പോൾ അതിനിടയ്ക്ക് പൊന്നൂസ് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസിനെ ഞങ്ങൾ നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ അവർ പൊന്നൂസിനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ കെമിസ്റ്റ് വെയർ ഹൗസിലെത്തി. അങ്ങനെ പിന്നെ വേഗം സാധനങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്നായാലും വാവൂട്ടിയായിരുന്നു വേഗം പേയ്മെൻറ്റ് സെക്ഷനിൽ പോയി എല്ലാം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയത്, പക്ഷേ ഓഫറുകൾ കണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നിൻ്റെയുടെ കയ്യിൽ വലിയൊരു കവർ തന്നെയുണ്ട്. അപ്പോൾ നിൻ്റെയാണ് അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു കുഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതായിരുന്നു, പക്ഷേ സെയിൽ കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വന്നു. അപ്പം എന്തായാലും കുഴപ്പമില്ല, അപ്പോൾ സെയിലുള്ളപ്പോഴല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. എന്തിട്ട് കളിയാ കളിക്കണേ? നിങ്ങൾ മറ്റേ ഒരു കളി കണ്ടിട്ടുണ്ടോ? നമുക്കത് ചെയ്താലോ? ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വെക്കും, ഓക്കെ, എന്നിട്ട് ഇങ്ങനെ റോക്ക് പേപ്പർ സിസർ അങ്ങനെ പറയും. അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫുഡ് കഴിക്കും, ഒരാൾ ഓടിപ്പോവും. അതായത് വിന്നർ ഓടും, അല്ല വിന്നർ അവിടെ നിന്ന് കഴിക്കും, അടുത്ത ആൾ ഓടും, തിരിച്ചു വരുമ്പോ അടുത്ത്. അങ്ങനെ കളിച്ചാലോ? ബോട്ടിൽ ഫ്ലിപ്പാണ്. ബോട്ട് ഫ്ലിപ്പ് അല്ല, ഒരാള് ഫ്ലിപ്പ് ചെയ്ത് ഫസ്റ്റ് ഇടും, അത് വേറെ. അങ്ങനത്തെ ഉണ്ട്. കളിച്ചാലോ? മനസ്സ് ഓടുന്നത് ചലഞ്ച് വീഡിയോ. അയ്യോ നിന്റെ അവന്റെ ഈ മുഖത്ത് ഇത്രയും മുഖത്ത് ഡ്രൈ ഉണ്ട്, ക്രീം തേച്ചങ്ങനെ വെച്ചേക്കാണ്. അത് കളിച്ചാൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ചോറ് മതിയാ?
ചോറ് മതി. നല്ല ചോറ് മാങ്കറിയാലോ. ചോറാണെങ്കിൽ ഞാൻ പതുക്കുന്നത്. പിന്നെ കെമിസ്ട്രി റോസിൽ പോയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. അതിലത്തെ ലിപ്സ്റ്റിക് ആണ് പേൾ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടോ. അപ്പോൾ നിൻ്റെ ഏട്ടൻ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ഞാനും പൊന്നൂസും ആവട്ടിയും കൂടി വരുന്നതിൻ്റെ. അപ്പം ഞങ്ങൾ സാധാരണ പള്ളിയിൽ പോകാറുള്ളത് മലയാളം കുർബാനയ്ക്ക് 1-2 പ്രാവശ്യം പോയിട്ടില്ല. എപ്പോഴും ഞങ്ങൾ ഈ കത്തീഡ്രലിലാണ് പോകാറ്. അപ്പോൾ ഇന്ന് കാലത്ത് വരാൻ പറ്റാത്ത കാരണം വൈകിട്ട് 6 മണിയുടെ കുർബാനയ്ക്കാണ് വന്നേട്ടോ. അപ്പോൾ അവിടെയുള്ള വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. പള്ളിയിൽ പോയതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നിറച്ച ആൾക്കാർ നമ്മൾ ഓൾറെഡി കെമിസ്ട്രി റോസിൽ പോകുന്നതിന്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാട്ടത്. അങ്ങനെ നേരെ പിന്നെ പള്ളിയിൽ പോയി പിന്നെ അവിടെ തിരിച്ചു വന്നു. അപ്പം അവിടെ പോയിട്ട് എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണിക്കാൻ പോണത്. ഇത് ഡെർമാവിന്റെ നമ്മുടെ ബോഡി വാഷ് ആണ്. അപ്പൊ ഇത് എക്സ്ട്രാ ഡ്രൈ ഇച്ചി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിന്റെ ആയിട്ടാ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ സോപ്പ് ഫ്രീ വാഷ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പൊന്നൂസിന്റെ ആണെങ്കിലും പൊന്നൂസിന്റെ ആണെങ്കിലും ആദ്യം നല്ല എന്താ പറയാ നല്ല സ്കിന്നായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. ഔട്ടി ഓൾറെഡി ഭയങ്കര എക്സ്ട്രീം ഡ്രൈഡ് ആളാണ്. അപ്പൊ അവന് മറ്റേ ക്രീം ഇട്ടിട്ടായിരുന്നു ഔട്ടി വന്നിട്ട് നോക്കാൻ വേണ്ടി ക്രീം ഇട്ടിട്ടായിരുന്നു കുളിച്ചോണ്ടിരുന്നായിരുന്നു. പക്ഷെ അപ്പൊ അത് നിർത്തി. അപ്പൊ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാ. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസന്റെ ബോഡി കെയർ ആയിട്ടാ. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. എല്ലാം ഓഫർ കാരണം കൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ഇത് 1 ലിറ്ററിന് $10 അങ്ങനത്തെ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അത് ഒരു നല്ല ഓപ്ഷൻ, അങ്ങനെ ഒരു ഡീൽ ആയതുകൊണ്ട് വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ തന്നെ 2 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഡ്രീമി സ്കിന്നും ഒരെണ്ണം മോയ്സ്ചറൈസിങ് ബോഡി വാഷും. അപ്പൊ ഒരെണ്ണത്തിന്റെ കാമിങ് എഫക്ട്, ഒരെണ്ണത്തിന്റെ ബ്യൂട്ടിഫുൾ സോഫ്റ്റ്, അങ്ങനെ രണ്ടും നല്ലതായിരുന്നു കേട്ടോ. ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചത് സൺസ്ക്രീൻ ആണ്. നാഷ്യോസ് എന്തോ അറിയില്ല. പക്ഷെ ഇതും ഓഫറിന് കിടപ്പുണ്ടായിരുന്നു. SPF 50 എന്നാണ് കാണിക്കുന്നത്. മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് രണ്ടിനും കൂടി മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും സൺസ്ക്രീൻ ആയിട്ടും ഇങ്ങനെ രണ്ടിനും കൂടി ഒറ്റ ഇത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. SPF 50 ഉള്ളതാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഇത് തന്നെ നമ്മള് മിക്കവാറും എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതും സെറാഫിയുടെ തന്നെ ഇതിന്റെ തന്നെയാണ് ഫേസ് വാഷിന് ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ലതാട്ടോ. ഇത് ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നാണ്. അപ്പൊ ഇത് ഞാൻ പൊന്നൂസിന് വാങ്ങിച്ചത്. അപ്പൊ പൊന്നൂസിന് ഇവിടെ ഇങ്ങനെ ഒരു ഡ്രൈ പാച്ചസ് വരുന്നുണ്ട്. അപ്പൊ അവന് വാങ്ങിച്ചേക്കണം. അവനത് ഉപയോഗിച്ച് നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഫേസ് സ്ക്രബാണ്. എനിക്ക് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ന്യൂട്രോജിനയുടെ ഡീപ്പ് ക്ലീൻ ഫോമിങ് സ്ക്രബാട്ടോ. ഇതില് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടെന്നാണ് കാണിക്കണേ. അപ്പം ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ വാവുട്ടി എന്തോ കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. വാവുട്ടി എന്താ വാങ്ങിച്ചേ? എനിക്ക് ഇത് വാവുട്ടിക്ക് വാങ്ങിച്ചിട്ട് വാവുട്ടിയും ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാവുട്ടിക്കും ചെറിയ സ്വെറ്റ് ഓർഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അവൻ നിവിയ മെൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മണം ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് ഞാനും നിവിയ മെൻ എടുത്തിട്ട് നല്ല മണം ഇതിനകത്ത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു പെർഫ്യൂമിന്റെ ഒക്കെ നല്ല മണം. അപ്പൊ അത് കാരണം ഞാനും വാവുട്ടി ഇതെടുത്തു. പിന്നെ ഞാൻ എടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൺസീലർ ആണ് എടുത്തത്. ഞാൻ പണ്ട് ഉപയോഗിച്ചത് തന്നെയാണ്. ഇത് മെബിലിന്റെ കൺസീലർ ആണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എന്താ പറയാ, ഇതിന്റെ അടിയിലാണ് ലിക്വിഡ് ഉള്ളത്. അപ്പൊ നമ്മൾ തിരിക്കുമ്പോൾ ഇവിടേക്ക് വന്നിട്ട് നമുക്കിങ്ങനെ അടിപൊളിയത്. അപ്പം ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇത് ലൈറ്റാണ് വാങ്ങിച്ചത്. അപ്പം മൾട്ടി യൂസ് കൺസീലർ തന്നെ, ഇൻസ്റ്റന്റ് ആന്റി ഏജ് ഇറേസർ. അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിന്റെ തടത്തിൽ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒരെണ്ണം. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ലിപ്സ്റ്റിക് ആണ്. ഇത് റെവലോണ്ട് 460 ബ്ലഷിംഗ് മൗന്നുണ്ട്. അപ്പൊ ഇത് ഒരു പേൾ ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ, കളറാണ് കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് ഞാനിത് കണ്ടത് എവിടെയാണെന്നറിയോ? നമ്മുടെ അഹാനയുടെ വീഡിയോയില് വെച്ചിട്ടാണ് കണ്ടത്. അപ്പം ഇത് നോക്കി നല്ലൊരു പേളി പിങ്ക് ആണ്, നല്ല ഭംഗിയുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇട്ടേക്കണതും. ഞാൻ ഒന്നും കൂടി ഇട്ട് കാണിച്ചതാ. എങ്ങനെയുണ്ട് കേട്ടോ? നല്ലൊരു പിങ്ക്, നല്ല ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ. പക്ഷെ എന്തോരം നേരം നിൽക്കും എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷെ ഇന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. എന്തോരം നേരം നിൽക്കും എന്നറിയില്ല. പക്ഷെ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കും. അപ്പൊ എത്ര നേരം നിൽക്കുന്ന അറിയണില്ല. ഇതിപ്പോ നമ്മളിങ്ങനെ തുടച്ചു നോക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പൊ അത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും ഒരു പേളി കളറാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കാൻ തോന്നും. അതുപോലെയാണ് ഇരിക്കണം. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചത്? കെമിസ്റ്റ് വെയർഹൗസിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പൊ ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി $144. അപ്പം ഓഫറിന് നമ്മൾ സേവ് ചെയ്തത് $50. അപ്പൊ ഏകദേശം $200 സാധനം ഉണ്ട്. പക്ഷെ നമുക്ക് $147 കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത്. പിന്നെ എന്താ പരിപാടി കേട്ടോ?
ഇന്നൊന്നുമില്ല അവരുടെ എൻ്റെ ഏട്ടൻ ഫുഡ് അടിക്കണം. ഇതിപ്പോ പോവും. ഇപ്പൊ ഏകദേശം 7:30 ആയി. ഞങ്ങൾ ഫുഡ് കഴിച്ച് പതുക്കെ പോയിട്ട് തുടങ്ങും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൊരു സൺഡേ. കാലത്തിന് ഞങ്ങൾ ഫുഡ് പോയപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുറത്തു നിന്നൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. അത്രയ്ക്കുള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ.